ഒന്നാമത്തെ കാര്യം അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ? നെല്ലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാ അങ്ങനെയൊക്കെ? അതെല്ലാം അതായത് എനിക്ക് ബുദ്ധി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, ധൈര്യം പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിസിനൊക്കെ? ആയാലും മമ്മു വെസ്റ്റ്. അപ്പൊ എങ്ങനെ ശരിക്കും അങ്ങനെ അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്? അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഒപ്പം വേറൊരുത്തിനും കൂടി ഉണ്ടാവും. ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര വലിയ ഞാൻ അവനോട് പറയടാ വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. ഞാൻ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഇതെല്ലാം പറയാം. രാത്രിയാണോ പോവാ? രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. അപ്പൊ ഓടിളക്കി ബാത്റൂം ഉണ്ടാവും, ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ. അപ്പൊ പുറത്തുനിന്ന് പോയി ഉള്ളു നോക്കും. പിന്നെ മംഗല സീനിലുണ്ടാ എല്ലാം ഇതിൽ കിടന്നു. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം. ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്, കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാട്ടെ, മൈൻഡ് മാറട്ടെ. നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറയില്ലേ, പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. സിംഗിളൊന്നും പറ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവക്കിയ, പുറത്താക്കണം എന്ന് പറയുന്നവര്. അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ? പുറത്താക്കല്ല, ഇത്രയും ഇടുന്നില്ല മാത്രല്ലോ. 1 year സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലടാ, അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സീനാണ്. അങ്ങനെ 10 കാര്യമില്ല. എല്ലാവരും കിക്കുന്ന പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ, ആൾക്കാർ കിക്കുന്ന പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മമ്മു. അപ്പൊ തൊപ്പിയുടെ കൂടെ നടക്കണ ഈ മമ്മുവിന്റെ വിഷയം അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടല്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനുള്ളട്ടെ. ഈ തൊപ്പിയുടെ കൂടെ നടക്കുന്ന ഈ ആൾക്കാരുടെ ഇതിനകത്തൊന്നും ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊപ്പിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനൊക്കെ കാര്യം ഇഷ്ടമായിരുന്നു. മുമ്പെന്ന് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ തൊപ്പി ഒറ്റയ്ക്കായിരുന്നു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു ജെനുവിനിറ്റി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊപ്പിയുടെ വീഡിയോയിലേക്ക് അച്ചായെന്ന് പറഞ്ഞ ഒരാൾ വരുന്നത്, പിന്നെ ഈ മമ്മു, അങ്ങനെ കുറേ എണ്ണം, പിന്നെ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് ഇവർ മാറി. പക്ഷെ ഇനി അതിനകത്തൊന്നും ഒരു ജെനുവിനിറ്റി തോന്നുന്നുള്ള കാര്യം, ഇവർ എന്തോ സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ ഇവർ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് പോലെ അല്ലാണ്ട് എനിക്ക് ഇതിനകത്തൊരു കാണുമ്പോൾ ആണെങ്കിൽ ഒരു രസമൊന്നും തോന്നുന്നില്ല എനിക്ക്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ തൊപ്പിയുടെ ഗ്യാങ്ങിനെ ആയിരിക്കും ഇഷ്ടം, ഗ്യാങ്ങിനകത്തുള്ളവരായിരിക്കും ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഇപ്പം ഈ വന്നേക്കുന്ന ഈ ഒരു വിഷയത്തിനകത്ത് ഈ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിനകത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് അതിനെപ്പറ്റി പറയാനുള്ളത് വീഡിയോയുടെ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഈ തൊപ്പി ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, തൊപ്പിയുടെ ഇപ്പം ഈ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ തൊപ്പി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, തൊപ്പിക്ക് ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് തൊപ്പിയുടെ കൂടെ ആരും ഉണ്ടായില്ല. തൊപ്പിക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളും അല്ലെങ്കിൽ ഫെയിമും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും വരാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാവരും തൊപ്പിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, അവരൊന്നും എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്തൊക്കെ എത്രത്തോളം ജെനുവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം നമ്മളെന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ എന്തോ ആവട്ടെ. അപ്പോൾ എന്തൊക്കെയാ എനിക്ക് എത്രയോളം ഇതിനകത്ത് പറയാനില്ല. എനിക്കത് കാണുമ്പോഴത്തേക്കും തൊപ്പിയുടെ ലൈവുകൾ ഇപ്പം ഞാൻ വല്ലപ്പോഴെങ്കിലും എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ, ബൈ യു.